മുന്നണി മാറ്റത്തിന് ജോസ് കെ മാണി UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാദത്തിൽ ഉറച്ച് പാലാ MLA മാണി സി കാപ്പൻ. ഈശ്വര വിശ്വാസി ആയതുകൊണ്ടാണ് കുരിശുപള്ളിക്ക് മുന്നിൽ വന്ന് ഇക്കാര്യം പറയാൻ സാധിക്കുമോ എന്ന് താൻ ജോസ് കെ മാണിയോട് ചോദിച്ചത്. തന്റെ ഇടമുണ്ടെങ്കിൽ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കണമെന്നും മാണി സി കാപ്പൻ 24നോട് പറഞ്ഞു. പാലായിലെ വികസനത്തെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു തുടക്കം. ആദ്യം വെടിപൊട്ടിച്ചത് ജോസ് കെ മാണി. പാലായിൽ ഒരു വികസനവും കാപ്പൻ നടത്തിയിട്ടില്ല എന്നായിരുന്നു ആരോപണം. ഇതിനു മറുപടിയായാണ് ജോസ് കെ മാണി UDF നേതാക്കളെ കണ്ടെന്ന വാദവുമായി മാണി സി കാപ്പൻ രംഗത്ത് വന്നത്. കുരിശുപള്ളിക്ക് മുന്നിൽ വന്ന് നിന്ന് ഇത് നിഷേധിക്കാനാകുമോ എന്നായിരുന്നു വെല്ലുവിളി. തിളച്ച എണ്ണയിൽ കൈമുക്കാൻ പോലും തയ്യാറാണെന്ന് ജോസ് കെ മാണിയും തിരിച്ചടിച്ചു. എന്നാൽ കാപ്പൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അല്ല, ആ പറഞ്ഞ കാര്യം ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല. പറഞ്ഞത് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് ബോധ്യമുണ്ട്, വ്യക്തമായി അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ അറിഞ്ഞത് തിളച്ച എണ്ണയ്ക്ക് അത് കൈമുക്കാനാണ്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുരിശുപള്ളി മാതാവിൻ്റെ മുമ്പിൽ വെച്ച് പറയാമെങ്കിൽ ഇനി പുള്ളിക്ക് തിളച്ച എണ്ണയിൽ ഇടണമെന്നുണ്ടെങ്കിൽ പൊതുജനം കാങ്ങ എന്നിട്ട് കാണിക്കട്ടെ. തന്റെ ഇടമുണ്ടെങ്കിൽ പാലായിൽ മത്സരിക്കണമെന്നും കാപ്പൻ ജോസ് കെ മാണിയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ തന്റെ ഇടം മത്സരിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ. ജയിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തവണ നിഷേധിച്ചതുകൊണ്ട് തന്നെ പ്രതികരണത്തിനില്ലെന്നാണ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത്. വികസന വിഷയങ്ങളിൽ ഊന്നിയാണ് മറുപടിയെന്ന് തിരിച്ചടി. അതിനാൽ മണ്ഡലത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ വെക്കാനാണ് മാണി സി കാപ്പന്റെ തീരുമാനം. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.